ഹലോ, ഞാൻ ഹരിപ്രസാദ്. വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ABS എങ്ങനെ ഓഫ് ചെയ്യാം, അതേപോലെ തന്നെ ഓൺ ചെയ്യാം എന്നുള്ളതാണ്. ലൈക്ക് നോർമൽ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾസ്, അതായത് ഇപ്പോൾ ഒരു ഡോമിനോർ 400 അല്ലാന്ന് വെച്ചാൽ ഡ്യൂക്ക് 250 ഉണ്ടെന്ന് തോന്നുന്നു. ലൈക്ക് മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾസിൽ നമുക്ക് ABS ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നില്ല. ലൈക്ക് അത് നമുക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ടാവുക എന്ന് വെച്ചാൽ ഓഫ് റോഡ് ചെയ്യുമ്പോൾ, അതുപോലെ തന്നെ സ്റ്റണ്ട് ചെയ്യുമ്പോഴൊക്കെയാണ് നമുക്ക് ABS ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാവുക. പക്ഷേ ABS എന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ ലൈഫ് സേവ് ചെയ്തൊരു ലൈക്ക് ടെക്നോളജിയാണ് ABS എന്ന് പറയുന്നത്. ABSന്റെ ഫുൾ ഫോം വന്നിട്ട് ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ്. ഓക്കെ, ഞാനപ്പോൾ ABSന്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ തന്നെ ABS ഓഫ് ചെയ്യാനുള്ള 2 ടെക്നിക്സ് ഞാൻ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് എന്താ പറയുക, സ്റ്റണ്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഓഫ് റോഡ് ചെയ്യുന്നവരും രണ്ടുപേരും ഈ ഒരു ലൈക്ക് സ്റ്റെപ്സാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അധികം വീഡിയോസ് ഒന്നും കണ്ടില്ല. സോ ഓക്കെ, ഒരു നല്ലൊരു ഇൻഫോർമേഷനാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വെച്ചു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുമ്പ് എന്താണ് ABS, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നുള്ളത് ഞാൻ ക്വിക്കായിട്ടൊന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെയാണ് ABSന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നോർമലി എങ്ങനെ ബ്രേക്ക് ചെയ്യുക, ഒരു നോർമൽ ബൈക്കിൽ ഇങ്ങനെ പിടിക്കില്ല, ലൈക്ക് ഒരു സഡൻ ആയിട്ടൊന്നും പിടിക്കാൻ നിൽക്കില്ലല്ലോ, നോർമലായിട്ടല്ലേ പിടിക്കുക. ആ ഒരു ടൈമിലാണെങ്കിൽ ഇപ്പോൾ നമ്മൾ സ്ലിപ്പറി ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കല്ലൊക്കെ ഉള്ളൊരു റോട്ടിൽ പോയിട്ട് നമ്മൾ ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ABS ഉള്ള മോട്ടോർ സൈക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്രേക്ക് ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് പിടിക്കുക. ലൈക്ക് അതായത് ഓട്ടോമാറ്റിക്കലി കേട്ടോ, നമ്മൾ തന്നെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോർമലി നിങ്ങൾ പോയിട്ട് ബ്രേക്കിംഗ് ഇങ്ങനെ ചെയ്യും. അതേ തന്നെ ഒന്ന് പമ്പ് ചെയ്ത് ഇങ്ങനെ പിടിച്ചെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് സ്റ്റേബിളായിട്ട് നിൽക്കും. അതേ സംഭവം തന്നെ ഓട്ടോമാറ്റിക്കലിയാണ് ABS ലൈക്ക് എന്താ പറയുക നടക്കുന്നത്. ആ ഒരു ടെക്നോളജി അങ്ങനെയാണ് പ്രോസസ്സിങ് ആവുന്നത്. ഓക്കെ, അതാണ് ABSന്റെ സംഭവം എന്ന് വെച്ചാൽ. അതേ തന്നെ എങ്ങനെയാണ് വണ്ടിയിൽ അതിൻ്റെ ഇതെന്നുള്ളതെന്ന് വെച്ചാൽ ABS നോർമൽ ബ്രേക്കിൻ്റെ വയർ ഡയറക്റ്റ് ടു ഡിസ്കിലോട്ടാണ് പോവുക. ABS ഇല്ലാത്ത വെഹിക്കിൾസിൽ. ABS ഉള്ള വെഹിക്കിൾസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ABS വയർ ഡയറക്റ്റ് ടു ബ്രേക്കിൻ്റെ വയർ ഡയറക്റ്റ് ടു ABS മോഡ്യൂളിലോട്ട് പോകും. അവിടെ നിന്നാണ് ഡിസ്കിലോട്ട് പോവുക. അപ്പോൾ നമ്മൾ ബ്രേക്കിംഗ് ചെയ്യുന്ന സമയത്ത് ECU ഒരു ലൈക്ക് എന്താ പറയുക, അത് കുറച്ച് എനിക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ECUവും ഈ ABSന്റെ മോഡ്യൂളും കൂടെ രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. സോ അതിനുള്ള മെസ്സേജസ് തൊട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ടാണ് ഈ ABS വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സത്യം പറഞ്ഞാൽ നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം അത് വന്ന സമയത്ത് തന്നെ നമ്മുടെ ഗവൺമെൻറ് എല്ലാം അത് കമ്പൽസറി ഒക്കെ ആക്കിയിട്ട് ഇപ്പോൾ മോസ്റ്റ്ലി ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിലും ഇപ്പോൾ ഒരു ABS എന്നുള്ളൊരു ഓപ്ഷൻ വന്നു. പക്ഷേ ഇതുപോലെ നമ്മുടെ കണ്ടം വൈബ്സും ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ABSന്റെ ആവശ്യമില്ല. ഓക്കെ, അത് ABS ഉണ്ടെങ്കിൽ നമുക്ക് ലൈക്ക് എന്താ പറയുക, ടയറൊക്കെ സ്പിൻ ചെയ്ത് കളിക്കാനോ അങ്ങനെ ഒന്നും പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് ABSന്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ. ഇനി അടുത്ത് നമ്മുടെ സ്റ്റെപ്സിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു വയർ ഉരുവിടുകയാണ്. ഓക്കെ, പേടിക്കൊന്നും വേണ്ട, ലൈക്ക് ഫ്രീ തന്നെയാണ്. അധികം ടെക്നിക്കൽ നോളേജിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഫ്രീ ആയിട്ട് എനിക്ക് വലിയ നോളേജ് ഒന്നുമില്ല. പക്ഷേ കുറച്ച് പേഷ്യൻസ് വേണം. നമ്മൾ ഈ പെട്ടെന്ന് എടുത്ത് ചാടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ അവസാനം ഉള്ളതും കഴിവെന്ന് പോവുകയേ ചെയ്യുള്ളൂ. ഫസ്റ്റത്തെ വന്നിട്ട് നമ്മൾ വയർ എടുത്ത് വിടുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് എന്താണെന്നുള്ളത് കാണിച്ചു തരാം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ വയർ ഊരാനുള്ള ടൂൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പോൾ അത് ഊരി കാണിച്ചു തരാൻ പറ്റാത്തത്. പക്ഷേ ഞാനത് കൃത്യമായിട്ടും ബാക്കിലും ഫ്രണ്ടിലും എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഡോമിനോർ 400ൻ്റെ ഫ്രണ്ട് ഡിസ്ക് എന്ന് പറയുന്നത്. ഫ്രണ്ടിലുള്ള ആ ഒരു കേബിള് ഇതാണ് ABSന്റെ വയർ. ഈ ഒരു ചെറിയ സ്ക്രൂ കണ്ടില്ലേ, ഈ ഒരു സ്ക്രൂ ആണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ഒരു സ്ക്രൂ റിമൂവ് ചെയ്യാനുള്ള ടൂൾ എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ റിമൂവ് ചെയ്യാത്തത്. ഞാൻ സെക്കൻഡ് സ്റ്റെപ്പിലുള്ള ഞാൻ പക്കായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രൂ റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു കേബിളോട്, അതായത് ഈ ഒരു സിസ്റ്റമോടെ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. കാരണം അതിനുശേഷം നമ്മൾ ഓഫ് റോഡിന് പോകുന്ന സമയത്ത് അത് പിന്നെ ഡാമേജ് ചെയ്യുന്ന വെച്ചാൽ പിന്നെ അത് വാങ്ങാനും ലൈക്ക് വെറുതെ എന്തിനാണ്. അപ്പോൾ നീറ്റായിട്ട് ഒന്ന് വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ABS ഓഫ് ചെയ്യാനുള്ളത്. സെയിം തന്നെയാണ് പുറകിലുള്ള, ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് പുറകിലത്തെ ഡിസ്ക്. ഞാൻ പറഞ്ഞില്ല, സെയിം ആണ്. ഇവിടെ ആയിട്ടാണ് അതിൻ്റെ വരുന്നത്. ഈ സ്ക്രൂ റിമൂവ് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു സിസ്റ്റം അങ്ങനെയും കിട്ടും. അത് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി, ABS ഓഫ് ആയിക്കോളും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ, ABS ഓഫ് ചെയ്യാനുള്ളത്. ഇത് ഓഫ് ചെയ്ത് കഴിഞ്ഞെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡോമീറ്ററിൽ, അതായത് നമ്മുടെ ഈ ഒരു സ്പീഡോമീറ്ററിൽ എവിടെയെങ്കിലും ABSന്റെ വാണിങ്ങോ അല്ല പറഞ്ഞാൽ ABS മാൽ ഫംഗ്ഷൻ എന്തെങ്കിലും ഒന്ന് വാണിംഗ് കാണിക്കും. അത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മൾ സത്യം പറഞ്ഞാൽ ABSന് ഫുള്ളി മാനുവലി ഓഫ് ചെയ്ത് കളയാണ്. അപ്പോൾ അത് വണ്ടി വാണിംഗ് തന്നെയാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. അടുത്തൊരു ഓപ്ഷനിലോട്ട് പോയി എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏതൊരു ബൈക്കിലായാലും നമ്മൾക്ക് ഫ്യൂസ് ബോക്സ് ഉണ്ടാവും. ഓക്കെ, ഈ ഡോമിനോറിൽ വന്നിട്ട് റൈഡർ സീറ്റിൻ്റെ അടിയിലാണ് ആ ഒരു ഫ്യൂസ് ബോക്സ് വരുന്നത്. ആ ഒരു ബോക്സിനുള്ളിൽ മെയിൻലി ബൈക്കിൽ വേണ്ട
ഓൾമോസ്റ്റ് എല്ലാ ഫ്യൂസും ആ ഒരു ബോക്സിലുണ്ടാവുക. അതിൽ ABSന്റെ ഫ്യൂസ് കണ്ടുപിടിച്ച് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ ഓഫ് ആയിക്കോളും. സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത ആ ഒരു ഓപ്ഷനാണ്. പിന്നെ എനിക്കത് പേഴ്സണലി സിമ്പിളായി തോന്നി. കാരണം വയർ റിമൂവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എനിക്ക് വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട്, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ റിമൂവ് ചെയ്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയാലോ പറഞ്ഞിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യാതിരുന്നതും. പക്ഷേ ഇത് വന്നിട്ട് ഫ്യൂസ് എടുത്ത് വിട്ടാൽ മതി. ഇതും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം നമ്മൾ ഫ്യൂസ് ബോക്സിൽ നിന്ന് ഫ്യൂസ് വരികയാണ്. അപ്പോൾ നേരെ റിമൂവ് ചെയ്തില്ല എന്ന് വെച്ചാൽ പിന്നെ അതും വലിയൊരു പ്രോബ്ലത്തിലോട്ട് പോകും. അപ്പോൾ നമ്മളത് നേരെ നോക്കി ആ ഒരു ഫ്യൂസ് റിമൂവ് ചെയ്തതെന്ന് വെച്ചാൽ ഫ്രണ്ടിത്തെയും ബാക്കിത്തെയും രണ്ടും ഓട്ടോമാറ്റിക്കലി ഡിസേബിൾ ആയി കഴിയും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് ABS ഓഫ് ചെയ്തിട്ട് വണ്ടി റൈഡ് ചെയ്യാവുന്നുള്ളൂ. ഞാൻ അത് കാണിച്ചു തരാം. കുറച്ച് ടൈം എടുക്കും, കാരണം സീറ്റ് റിമൂവ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ആദ്യം നമ്മുടെ പില്ലിയൻ സീറ്റ് റിമൂവ് ചെയ്യണം. പില്ലിയൻ സീറ്റ് റിമൂവ് ചെയ്തെന്ന് വെച്ചാൽ ഡോമിനോറിൽ നമുക്ക് ടൂൾ കിറ്റ് തന്നിട്ടുണ്ട്. ഈ ടൂൾ കിറ്റിൽ നിന്ന് തന്നെ നമ്മളൊരു ടൂളും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് എടുക്കണം. ഡോമിനോറിന് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ക്രൂ ആണ് വേണ്ടത്. ഈ ഒരു വയർ നമ്മൾ ഈ ഒരു സ്ക്രൂ നമ്മൾ ലൂസ് ആക്കണം. അതായത് റൈഡർ സീറ്റും കൂടെ നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ സ്ക്രൂസ് എല്ലാം റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു റൈഡർ സീറ്റും കൂടെ ഇങ്ങനെ എടുത്ത് താഴെ വയ്ക്കുക. ഓക്കെ, അപ്പം നമ്മൾ 2 സീറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സീറ്റ് റിമൂവ് ചെയ്തിട്ട് കാണാൻ പറ്റുക. ഞാൻ പറഞ്ഞ ABS, അതായത് ABSന്റെ സംഭവം എവിടെയെന്ന് കണ്ടുപിടിക്കുക. ഇത് കണ്ടില്ലേ, ഫസ്റ്റ് തന്നെ ABS 9M ECU എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഫസ്റ്റ് തന്നെ കിടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഫ്യൂസ് ബോക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇത്രയും വലുതാണ് നമ്മുടെ ഫ്യൂസ് ബോക്സ്. ഞാൻ ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് തുറന്നു വെച്ചാൽ ഫ്യൂസ് ബോക്സ് ഓൺ ആവും. ABSന്റെ ലാസ്റ്റ് ആണ്, അതായത് F9 ABSന്റെ ലാസ്റ്റ് ആണ്. ഇതാണ് ABSന്റെ ഫ്യൂസ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു സംഭവം കുറച്ചൊന്ന് ടൈറ്റ് ആയിരിക്കും. അത് കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്താൽ മതി. ഒരിക്കലും ഇതിനെ ഡാമേജ് ചെയ്യാൻ നോക്കരുത്. കാരണം വണ്ടിയുടെ ഫുൾ ഫ്യൂസും ഈ ഒരു ഇതിലെ കിടക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം കാരണം ഇതിനെ കേടുവരുത്തിയെന്ന് വെച്ചാൽ അവസാനം വണ്ടി മൊത്തത്തിൽ പണി കിട്ടും. അപ്പോൾ വളരെ സൂക്ഷിച്ച് ഇത് റിമൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്യൂസിനെ നമ്മൾ റിമൂവ് ചെയ്തെടുത്താൽ മതി. നല്ലോണം ടൈറ്റ് ആയിരിക്കും. ഞാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു, കുറച്ച് ടൈം എടുത്തു. ഞാൻ സത്യം പറഞ്ഞാൽ നല്ലോണം ടൈറ്റ് ആയിരിക്കും റിമൂവ് ചെയ്യാൻ. അപ്പോൾ ഇത് കെയർഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് എവിടെയെങ്കിലും എടുത്ത് വെക്കുക. ഓക്കെ, അപ്പം ഞാൻ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ABS ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് സ്പീഡോമീറ്ററിൽ ഒന്നും കാണിക്കില്ല. ഇപ്പം ഞാൻ സ്പീഡോമീറ്ററിൽ എന്താ കാണിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് കീ ഇട്ടിട്ട് സ്പീഡോമീറ്ററിൽ ABS ഓഫ് ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹിൽ സ്വിച്ച് ഓൺ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ABS സ്കാൻ എന്തോ മാൽഫെക്ഷൻ ഫെയിലിയർ എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ ഫ്രണ്ടും ബാക്കും ABS ഇപ്പോൾ ഓഫ് ആയില്ലേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. സംഭവം സിമ്പിൾ തന്നെയാണ്, പക്ഷെ കുറച്ചൊന്ന് ടൈം എടുക്കും. കാരണം സീറ്റൊക്കെ റിമൂവ് ചെയ്തിട്ട് ആ ഒരു ഫ്യൂസ് ഊരിയെടുക്കാൻ. അപ്പോൾ ഫ്യൂസ് നിങ്ങൾ ഒരിക്കലും കളയരുത്, അത് കൃത്യമായിട്ട് എടുത്ത് വെക്കണം. ഓക്കെ, ഇത്രയും ചെറിയൊരു സാധനമാണ് ഈ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നേരെ കറക്റ്റായിട്ട് ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് വെച്ചാലേ പിന്നെ നമുക്കിത് എടുത്തിടാൻ പറ്റുള്ളൂ. നോർമലി അതെടുത്ത് തിരിച്ചതിലിട്ട് ഇട്ടു എന്ന് വെച്ചാൽ ABS പഴയ പോലെ തന്നെ ആവും. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ABSന്റെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുമുള്ള 2 ഓപ്ഷൻസ്. അതേ തന്നെ ടെക്നിക്കലായിട്ട് കുറച്ചുകൂടെ നോളജ് ഉള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഇത് അറിയായിരിക്കും. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു വയറിൻ്റെ കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടോ നിങ്ങൾക്ക് ABSന്റെ ഒരു സ്വിച്ചബിൾ ABS ആയിട്ട് നിങ്ങൾക്ക് ഒരു സ്വിച്ചൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അത് കൂടുതൽ നോളജ് നിങ്ങൾക്ക് റിസർച്ച് ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത്രേ ഉള്ള കാര്യങ്ങൾ. അപ്പം ഞാനിത് തിരിച്ചെങ്ങനെ ഇടുന്നതെന്നും കാണിച്ചു തരാം. ഡയറക്റ്റ് പോവുക, നമ്മുടെ ഫ്യൂസിൻ്റെ ആ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിനെ ജസ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ മതി. സോറി, പണി കിട്ടി. ഓക്കെ, ഞാൻ തിരിച്ചിട്ട് പോയി. പ്രസ് ചെയ്ത് പറഞ്ഞാൽ പക്ക സീറ്റിംഗ് ആയി. ഇത്രയേ ഉള്ളൂ, നീറ്റായിട്ട്. അപ്പം നമ്മുടെ 2 ഓപ്ഷനും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നിങ്ങൾക്ക് ഏതാണ് സിമ്പിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വണ്ടി കൊണ്ട് ഓഫ് റോഡിങ് അത്രയും ചെയ്തിട്ടില്ല. ഞാൻ വാങ്ങിയിട്ട് 5-6 മാസമായാലും എനിക്ക് പ്രോപ്പറായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റിയിട്ടില്ല, ഈ ഒരു കൊറോണ ഇഷ്യൂ ഒക്കെ കാരണം. ഈ ലോക്ക്ഡൗൺ ആയിട്ട് പുറത്ത് പോകുന്നുണ്ട് ഞാൻ, ചെറിയൊരു പേഴ്സണൽ കുറച്ച് വർക്ക്സിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു വണ്ടി എടുത്തിട്ട് പോയിട്ട് എനിക്ക് ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇതുകൊണ്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ഉണ്ട് ബൈക്ക് ഓടിക്കാൻ പറ്റാത്തതിൻ്റെ. സോ അതാണ് ഞാനൊന്ന് ആലോചിച്ച് ഓക്കെ ഒരു വീഡിയോ എടുക്കാം, അതുപോലെ തന്നെ ഇവിടെ കണ്ടത്തിലൊക്കെ ഒന്ന് ഓടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കറിയില്ല, മേ ബി ഞാൻ കണ്ടത്തിൽ പ്രോപ്പറായിട്ട് ഞാൻ ഓടിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വീഡിയോ കൂടെ ഞാൻ അടുത്തത് ഇടാം. ഇല്ലയെന്ന് വെച്ചാൽ
അറിയില്ല. കാരണം ഇതിൻ്റെ ഡോമിനോറിൻ്റെ വെച്ചാൽ നല്ലൊരു വണ്ടിയാണ് എല്ലാ ഒരു കാര്യത്തിനും. ഏതൊരു വണ്ടിയായാലും ശരി നമുക്ക് എന്ത് വേണേൽ ആ ഒരു ബൈക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം ഇപ്പോൾ ഒരു ഓഫ് റോഡ് ബൈക്കിന് മാത്രം ഓഫ് റോഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. നമുക്ക് അതിന് വേണ്ട, അതിന് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമുക്ക് ചെയ്യാമല്ലോ. ഓക്കെ, ഞാനത് ഉദ്ദേശിച്ചത്. പക്ഷേ ഡോമിനോറിൻ്റെ വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ മെയിൻ റീസൺ വന്നിട്ട് ഇതിൻ്റെ പ്രോബ്ലം വന്നിട്ട് ടയറാണ്. ടയർ വന്നിട്ട് റോഡ് ഓറിയൻറ്റഡ് ടയേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് റോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കുറച്ച് റിസ്ക്കിയാണ്. കാരണം ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഭയങ്കര എന്താ പറയുക, ഒരു ചെറിയ കല്ല് പോലും ഉണ്ടാവില്ല, കണ്ടമാണ്. ഓക്കെ, അപ്പോൾ മണ്ണല്ല, ഇപ്പോൾ മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര ചളിയായിട്ട് കിടക്കണം. അപ്പം ഞാൻ ഇറക്കിയെന്ന് വെച്ചാൽ കൺഫേം അത് വണ്ടി അവിടെ പെടും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഓഫ് റോഡ്സ് ഇല്ലാതെ നമ്മുടെ ഹിമാലയനെ കാണുന്നത് വെച്ചാൽ അതിൻ്റെ ടയേഴ്സ് എല്ലാം ഭയങ്കര എന്താ പറയുക, കുറച്ച് ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സാണ്. ഒരു 80% 90% എല്ലാം ഓഫ് റോഡിന് വേണ്ടിയിട്ടുള്ള ടയേഴ്സാണ് ഇതിൻ്റെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 10% ഉണ്ടാവുള്ളൂ ഓഫ് റോഡിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ABS സ്വിച്ച് ഓഫ് ഓൺ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജസിലോ കമൻസിലോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ട് അയച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അറിയാവുന്ന ഞാൻ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അറിയാവുന്നതായിട്ട് ഞാൻ കണക്ട് ചെയ്ത് തരാം. അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എന്ന് വെച്ചാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോളൂ. ബൈ. എല്ലാവരും സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ.